ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ആ ഒരു പള്ളി അവിടെ ഉണ്ടായിരിക്കുന്നത് അടിമത്തത്തിൻ്റെ അടയാളമാണ് എന്ന് വിചാരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലൈനാണ് BJP സംഘ് പരിവാർ സ്വീകരിച്ചത്. അതല്ല, അവിടെ ഒരു പള്ളി ഉണ്ടാകുന്നത് നമ്മുടെ ബഹുസ്വരതയുടെയും നമ്മുടെ ഉൾക്കൊള്ളലിൻ്റെയും അടയാളമാണ് എന്ന് വിചാരിക്കുന്ന വിഭാഗം. അപ്പോൾ അങ്ങനെ ഒരു വിചാരം വേണ്ടതില്ല. ഇത് എന്താണ്, അടിമത്തത്തിൻ്റെ അടയാളമാണ്, അതിനെ തുടച്ചു നീക്കുകയാണ് വേണ്ടത് എന്നുള്ള ആശയത്തിന് രാഷ്ട്രീയ ധാരയ്ക്ക് ആധിപത്യം ലഭിച്ച ഒരു ഘട്ടത്തിലാണ് നമ്മളിത് ജീവിക്കുന്നത്. അപ്പോൾ അന്ന് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്ന സമയത്ത് നിഷാദ് പറഞ്ഞതുപോലെ ആ സമയത്ത് അത് വലിയൊരു ഷോക്കായിട്ട് എല്ലാവരും എടുത്തിരുന്നു. എന്ന് പറഞ്ഞാൽ എത്രത്തോളം ബാബരി മസ്ജിദ് തകർത്തു എന്ന കാര്യം വാർത്തയായിട്ട് പോലും പ്രധാന പത്രങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. താഴികക്കുടങ്ങൾക്ക് കേടുപാട് പറ്റി, ഇതാണ് ഒരു പത്രത്തിൻ്റെ തലക്കെട്ട്. പിന്നെ താഴികക്കുടങ്ങൾ തകർത്തു, ഈ നിലക്കാണ് പല പത്രങ്ങളും അത് തലക്കെട്ട് കൊടുത്തത്. ആ സാഹചര്യത്തിലാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ കഥ വരുന്നത്. NS മാധവൻ്റെ തിരുത്ത് എന്ന് പറയുന്ന കഥ. ചുല്യാറ്റ് എന്ന് പറയുന്ന പത്രാധിപർ തൻ്റെ നീല പെൻസിൽ എടുത്തിട്ട് തർക്കമന്ദിരം എന്ന വാക്ക് മാറ്റുന്നത്. അപ്പോൾ അന്ന് നോക്കൂ, അതിന് ശേഷം ഉള്ള അഭിമുഖങ്ങളിൽ ഈവൻ അദ്വാനി പോലും അത് തെറ്റായിപ്പോയി, സംഭവിക്കാൻ പാടില്ലായിരുന്നു, അതൊരു ക്രൈമാണ് എന്ന് അദ്വാനി പോലും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ്, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സന്ദർഭം അതിന് ശേഷമുള്ള കുറേ അധികം കാലം അതൊരു മോശം ചെയ്തിയായിരുന്നു, സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളായിരുന്നു ധാരാളമായിട്ടുണ്ടായിരുന്നത്. അതിനെ വളരെ പ്രത്യക്ഷമായി അതിനെ അനുകൂലിക്കുവാൻ, അല്ലെങ്കിൽ അതൊരു വിജയ ദിവസമാണ്, നൂറ്റാണ്ടുകൾ നീണ്ട അടിമത്തത്തിൻ്റെ ചിഹ്നം തുടച്ചു നീക്കിയതിൻ്റെ ദിവസമാണ്, വിജയ ദിവസമാണ് എന്ന നിലയിൽ ആരും കാണുകയോ അങ്ങനെ കാണുന്നവർ പോലും പ്രത്യക്ഷത്തിൽ അത് പറയുകയോ പ്രഘോഷിക്കുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് മാറി. ഇത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഒരു പരികർമ്മിണിയായി, ഒരു പൂജാരിയായ പോലെ അവിടെ പോയി ചെയ്ത് നമ്മൾ കണ്ടാണ്. ധ്വജാരോഹണ ചടങ്ങിന് നേതൃത്വം കൊടുക്കുകയാണ് അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം പറയുന്നതാണ് അടിമത്തത്തിന് അധിനിവേശത്തിൻ്റെ ചിഹ്നങ്ങൾ എടുത്തു കളഞ്ഞു എന്നാണ്. ഇത് നമുക്ക് എന്നുവെച്ചാൽ അത് നോർമലൈസ് ചെയ്യപ്പെട്ടു. ഇതേപോലെ അധിനിവേശത്തിൻ്റെ ചിഹ്നമായിട്ട് അവർ കാണുന്ന വേറെയും കുറേ അധികം കെട്ടിടങ്ങളുണ്ട്. കുത്തബ് മിനാർ അതിൽപ്പെട്ട ഒന്നാണ്. അത് കുത്തബ് മിനാറല്ല, വിഷ്ണു സ്തംഭമാണെന്നാണ് അവർ വിചാരിക്കുന്നത്. താജ്മഹൽ അതിൽപ്പെട്ട ഒന്നാണ്. താജ്മഹലിനെ ഇന്ത്യയുടെ സൗന്ദര്യത്തിൻ്റെ വലിയൊരു അടയാളമായിട്ട് ലോകത്തിന് മുമ്പിൽ മാർക്കറ്റ് ചെയ്ത് ദശലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇന്ത്യയിലേക്ക് ആകർഷിച്ച ഭരണകൂടങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ അഭിമാന ചിഹ്നമായിട്ടാണ് അത് കണ്ടിരുന്നത്. വിദേശ രാഷ്ട്രത്തലവന്മാർ ഇന്ത്യയിൽ വരുമ്പോൾ അവരിൽ പലരും പ്രത്യേകമായി സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് താജ്മഹൽ. അങ്ങനെയല്ല, താജ്മഹൽ എന്താണ്, തേജോ മഹാലയാണ്, അത് അടിമത്തത്തിൻ്റെ ചിഹ്നമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നോക്കൂ, 1947 ബാബരി മസ്ജിദിനെ കുറിച്ച് പറഞ്ഞ ആളുകൾ 1996 അത് തകർത്തു. ഇതേ രീതിയിൽ താജ്മഹലിനെ കുറിച്ച് ആകാം. അപ്പോൾ ഇപ്പോൾ താജ്മഹൽ എന്താണ്, പ്രണയത്തിൻ്റെ മകുടോദാഹരണം, ഇന്ത്യൻ സംസ്കാരം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കവിത എഴുതുന്ന ആളുകൾ ഒരു ഘട്ടത്തിൽ ഈ രാഷ്ട്രീയം കൂടുതൽ മുന്നോട്ട് പോവുകയും താജ്മഹൽ തകർക്കുകയും ചെയ്യുന്നൊരു സന്ദർഭം വരുന്നെന്ന് വിചാരിക്കുക. ഇന്നെന്താണ് ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്? ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം സംഭവിച്ചത് അതേ പാറ്റേൺ അത് ആവർത്തിക്കപ്പെടും.